എന്ത് പഴാ നാരായണേട്ടാ? ആ ഇവിടെ ഇതൊക്കെയുള്ളൂ. എടാ നീ ആ തങ്കപ്പന്റെ മോൻ സുനിലല്ലേ? എന്തൊരു കോല ഉണ്ടായത്. നാരായണേട്ടാ, ഓ സുനിൽ എന്ന് വിളിക്കല്ലേ, ഞാൻ പേര് മാറ്റി സെർസ്കി. തെർക്കോവിസ്കി, കിസ്ലോവിസ്കി, പൊലാൻസ്കി ഇതൊക്കെ ഞങ്ങളുടെ സിനിമ ഗുരുക്കന്മാരാ. അപ്പൊ നിന്നെ സിനിമയിലെടുത്താ? ആ എടാ നിനക്കവിടെ നിന്നോട് പറഞ്ഞൂടാ. നടന്നു പറഞ്ഞാലല്ലേ ട്രാക്ക് ഷോട്ട് എടുക്കാൻ പറ്റൂ. ഇതൊക്കെ ഒരു ബിൽഡപ്പ്. ബിൽഡപ്പോ? കരുണി വഴികളെല്ലാം ഉണ്ടല്ലോ. ഇങ്ങോട്ട് വന്നേ, ഇതുവഴി പോവാ. ഇങ്ങോട്ട് വാ. അയ്യോ പേടിപ്പിക്കല്ലേ. മാധവൻകുട്ടിയും സഹോദരിമാരും പാവം എന്റെ മോഹനമാമൻ നല്ല കിൻഡാണല്ലോ. മിലിറ്ററി വലിച്ചു കയറ്റും പോലെ നമ്മുടെ ബെഫ്റ്റിയുടെ കീടം വലിച്ചു കയറ്റം ഇങ്ങനെ ഇരിക്കും. സർക്കാർ സാധനത്തിന് വീര്യം കുറച്ച് കൂടുതലാ. അതെ, നീ എന്റെ കയ്യിൽ നിന്ന് പുതിയ സ്മാർട്ട് ഫോൺ മാത്രം വാങ്ങി പോയിട്ട് കാര്യമില്ല. നല്ല വീഡിയോസും ഫോട്ടോസും ഷൂട്ട് ചെയ്ത് തരണം. വില്ലേജ് മോഡൽസിന് മാർക്കറ്റ് കൂടുതൽ ഇപ്പോ. ശരിയാക്കാം ബ്രോ. ഒരു ഡ്യുവൽ ലെൻസ് മോഡൽ ഇരട്ടെ, ഒക്കെ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാം. നല്ല അപ്പീലിംഗ് ആയിരിക്കും. അതെന്താടി ബൊക്കെ എഫക്റ്റ്? അതാണ് സീക്രട്ട് അടി. പിന്നെ പറഞ്ഞത് ഉത്സവം മുഴുവനും ഞാൻ ലൈവായി സ്ട്രീം ചെയ്യുന്നുണ്ട്. എന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം കേട്ടോ. സങ്കടപ്പാടുണ്ടല്ലേ? മുതുകൊല ഒടിക്കും മുമ്പേ ഇളംകൊല ഞാൻ ഒടിക്കും. വേണ്ടമ്മേ, പൈതങ്ങളോട് പൊറുക്കണേ. ആയതിന് കീഴ്കാലങ്ങളിൽ നടത്തി വരുന്ന എന്റെ പൂജാതി കർമ്മങ്ങളും എന്റെ കോലങ്ങളും എന്റെ പൈതൽ മറന്നുവല്ലേ? ശ്രദ്ധിച്ചോളാം, എല്ലാം ചെയ്തോളാമേ. അമ്മേ അനുഗ്രഹിക്കണേ. ആയതിന് എന്റെ പൂജാതി കർമ്മങ്ങളും എന്റെ കോലങ്ങളും മേൽക്കാര്യങ്ങളിൽ നടത്തിവിട്ട മാതിരി തന്നെ ആയതിന് അമ്മ കൂടെ ഉണ്ടാവും. ഇറങ്ങിത്തെണ്ടി കാര്യങ്ങൾ നിർവഹിച്ച് എന്റെ പൈതങ്ങളെയും അന്തരക്കാരെയും കാരണന്മാരെയും എന്റെ പെഞ്ചുകുട്ടികളെയും നാൽക്കാലികളെയും ഈ അമ്മ കാത്തുകൊള്ളു. അമ്മേ അനുഗ്രഹിക്കണേ, ചെയ്തോളാമേ. ആയതിന് സങ്കടപ്പാട് വേണ്ട, എഴുതും വലുതും അമ്മ കൂടെ ഉണ്ടാവും. സങ്കടപ്പാട് വേണ്ട. ഈ കാര്യങ്ങൾ അതേപോലെ തന്നെ നടത്തിവിടുക കേട്ടോ. വേലായുധനാശാന്റെ പിറവേഷം അതിഗംഭീരമായിരുന്നു. ആ എന്താ ചെയ്യാ, ദേവിയുടെ ഓരോരോ മായകള്. ദേവിയുടെ അല്ല, മനുഷ്യന്റെ അബദ്ധവിശ്വാസങ്ങള് തിറകെട്ടുന്നതിൽ നിന്നും നാട്ടുവൈദ്യം ചെയ്യുന്നതിൽ നിന്നും അച്ഛനെ വിലക്കാൻ ആരുടെയൊക്കെ കുതന്ത്രങ്ങള്. വേലായുധനാശാൻ തിറകെട്ടി കൽപ്പിച്ച വാക്ക് നാക്ക് ഫലിക്കും അത്രേ. വേഷം കെട്ടാതെ പറഞ്ഞാലും ഫലിക്കും. കരികളാണ് എല്ലാരും പറയില്ലാളേ. പെണ്ണമ്മേ, ഞാനായിട്ടാ പതിവ് തെറ്റിക്കുന്നില്ല. ദേവി അനുഗ്രഹിക്കണേ. അവിടുത്തെ കാരുണ്യം കൊണ്ടല്ലേ ഞങ്ങൾ കഴിഞ്ഞു പോരുന്നത്. ആ കരുതലും കാരുണ്യൊക്കെ എന്നും ഉണ്ടാവും. ദേവി നീയൊക്കെ എന്തിനാണ് ഫോണും കൊണ്ട് നടക്കുന്നത്? ഓമനക്ക് പേറ്റുന്നവും കലശല. വയറ്റാട്ടിത്തള്ള എത്ര ശ്രമിച്ചിട്ടും പേര് നടക്കുന്നില്ല. ഉടനെ ആശുപത്രി കൊണ്ടുപോയില്ലേ തള്ളക്ക് പിള്ളക്ക് കേടാന്ന വയറ്റാട്ടിത്തള്ള പറയുന്നത്. പെണ്ണെത്ര മേലോട്ട് പൊന്തി. എന്റെ പെമ്പറിനൊക്കെ പേറ്റുന്നത് കൂടിയിരിക്കുക. കുറച്ച് കുഴപ്പമുള്ള അവസ്ഥയാണെന്നാ വയറ്റാട്ടി തല്ല പറയുന്നത്. പെമ്പറുടെ ജീപ്പിൽ ആശുപത്രി വരെ ഒന്ന് എത്തിച്ചിരുന്നെങ്കിലും വലിയ ഉപകാരമായിരുന്നു. അതൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഓർക്കണ്ട വാസു, വല്ലവന്റെ പെമ്പറുന്നവരെ പെറിയിക്കാനല്ലോ ഞാൻ ഈ വണ്ടി വാങ്ങിച്ചിട്ടിരിക്കുന്നേ. എങ്ങാനും വണ്ടി പെറ്റാ പിന്നെ വണ്ടിയുടെ റീസെൽ വാല്യൂ കുറയും. മോളെ
മോളെ കരയാതിരിക്കും. മുക്ക് മോളെ നടക്കും. കുഴപ്പമില്ല മോളെ, നടക്കും. നന്നായി ശ്രമിച്ചാലേ കുഞ്ഞിന്റെ തല വെളിയിൽ വരൂ. മോൾ കരയാതിരിക്കും. കരയാതിരിക്കും. വെള്ളം പിടിക്കല്ലേ. ഈ പണിയൻകാവിലേക്ക് എന്നാണാവോ ഒരു നല്ല വഴിയുണ്ടാവുക? അപ്പോട്ടാ സൂക്ഷിച്ച്. സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. ആ അജയന്റെ എസ്റ്റേറ്റിലേക്കുള്ള വഴി മാത്രമല്ലേ ഇപ്പോൾ ഉള്ളൂ. ആ വഴി വിട്ടുകൊടുത്താലേ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നമുക്കൊരു വഴി ഉണ്ടാകും. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ശ്രമിച്ചാൽ സർക്കാരിൽ നിന്ന് ഇവിടെ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ മണിയങ്കാവിൽ ധാരാളം വണ്ടികളുണ്ട്. ഇപ്പൊ അജയന്റെ എസ്റ്റേറ്റ് റോഡിലൂടെ ഓടുന്നത് അജയന്റെ ജീപ്പ് മാത്രം. അവന്റെ കൃഷിയിടങ്ങളിൽ പോലും നാട്ടുകാർക്ക് പണി പഠിക്കില്ലല്ലോ. വരുത്തന്മാരെ കൊണ്ടിട്ടിട്ടുണ്ട്. വിശ്വനാഥ മുതലാളിയുടെ തറവാട് വരെ ടാറിട്ട് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വരെ ഏത് വണ്ടിക്കും എത്താം. ഓമനെ മോളെ ഒന്നുകൂടെ ശ്രമിക്കും മോളെ. ശരിയാവും. ശരിയാവും മോളെ. പേടിക്കണ്ട. ഇവനെയൊക്കെ വോട്ട് ചെയ്ത് പഞ്ചായത്ത് മെമ്പറാക്കിയവരെ തല്ലണം. എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെന്നപ്പോഴേക്ക് ആരോ കള്ള വോട്ട് ചെയ്തിട്ട് പോയില്ലേ. അടുത്ത തവണ സിദ്ധുവിനെ നമുക്ക് പഞ്ചായത്തിന് നിർത്തണം. ഓമനെ ശ്രമിക്കേ. ശരിയാവും മോളെ. മോളൊന്നുകൂടെ ശ്രമിക്കേ. ശ്രമിക്കേ. നന്നായി മുക്ക് മോളെ. കരയാതെ മോളെ. എസ്റ്റേറ്റ് വഴിയിലൂടെ നമ്മൾ ആശുപത്രിയിൽ എത്തുമ്പോഴേക്ക് ഒത്തിരി സമയമാവില്ലേ? പുഴയില് നല്ല വെള്ളവും വഴക്കലും ഉണ്ട്. അത് സാരമില്ല, ദേവി കാത്തോളും. നമുക്ക് പുഴയിലൂടെ നേർച്ചപ്പാറയിലെത്തി രാവണപ്പാറ കോറി വഴി കല്ലെടുക്കി ശേഷം ഏതെങ്കിലും വാഹനം കിട്ടാതിരിക്കും. ഒന്ന് നിൽക്കോ, ഒന്നുകൂടെ ഞാനൊന്ന് ശ്രമിക്കാം. ഒന്ന് ശ്രമിച്ചു നോക്കാം. കരയല്ലേ. ഇങ്ങനെ ബല പിടിച്ച് കഴിഞ്ഞാ പറ്റില്ല. ഒന്നുകൂടെ ഒന്ന് നോക്ക്. ഇവിടെ നോക്ക് മോളെ. നീ ഇവിടെ വിളിക്കാൻ പുറപ്പിൽ തുടങ്ങിയോ? വെറുതെ നാട്ടുകാരുടെ തല്ലു വാങ്ങിക്കണം.